നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. 1 കൊരിന്തോസ് 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ സ്വതന്ത്രനല്ലേ, ഞാൻ അപ്പസ്തോലനല്ലേ, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ലേ, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ നിങ്ങൾ. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ സ്വതന്ത്രനല്ലേ. കാരണം ഇവിടെ നോക്കുന്നത് എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും വഴിയിലൂടെ നടന്നിരുന്ന ആ അപ്പസ്തോലൻ ഇപ്പോൾ സ്വതന്ത്രനാണ്. മനസ്സിലായോ? എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണ് എന്നാണ് അപ്പസ്തോലൻ ഇവിടെ പറയുന്നത്. ഞാൻ അപ്പസ്തോലനല്ലേ. നമുക്കറിയാം, ഇവിടെ 12 അപ്പസ്തോലന്മാർ യേശു ക്രിസ്തു തിരഞ്ഞെടുത്തു. അതിനുശേഷം പിന്നെയും അപ്പസ്തോലന്മാർ. അതെങ്ങനെയാണ്? അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി ഉന്നതങ്ങളിലേക്ക് ആരോപണം ചെയ്തു. അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി. അവൻ മനുഷ്യർക്ക് ദാനങ്ങൾ നൽകി. ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രഭാഷകന്മാരും സുവിശേഷ പ്രഭാഷകൻ ആകാൻ വരം നൽകി. മനസ്സിലായി? അപ്പോൾ അവിടെ അപ്പസ്തോലന്മാരാകാൻ വരം നൽകി. അതുകൊണ്ടാണ് ഇവിടെ അനേകം അപ്പസ്തോലന്മാർ പിന്നെയും ഉണ്ടാകുന്നത്. തിമോത്തിയോസ്, അങ്ങനെയുള്ള നിരവധി അപ്പസ്തോലന്മാർ. ഇവിടെ നോക്ക്, അപ്പസ്തോലൻ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ ശക്തികളും അവർക്കുണ്ട്. അപ്പസ്തോലൻ മരിച്ചവരെ ഉയർപ്പിക്കുന്നു. പൗലോസ്ലീഹ മരിച്ചു പോയ ഒരാൾ കട്ടിലപ്പടിയിൽ നിന്ന് വീട് മരിച്ചപ്പോൾ അവനെ ഒന്ന് ജീവൻ നൽകി. അതേപോലെ തന്നെ അവൻ മാരകമായ എന്ത് വിഷം കുടിച്ചാലും മരിക്കില്ല. അല്ലയാ, പൗലോസ്ലീഹയെ ഒരു അണലി കടിച്ചു. അല്ലയാ, പൗലോസ്ലീഹയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അതേപോലെ തന്നെ അവൻ രോഗികളെ സുഖപ്പെടുത്തും. അപ്പം അങ്ങനെ തളർവാദ രോഗിയെ മുടന്തിന് സഭയ്ക്ക് നൽകുന്നു അപ്പസ്തോലൻ. അങ്ങനെ അപ്പസ്തോലന്മാർക്ക് ചേർന്ന എല്ലാവിധ ലക്ഷണങ്ങളും ഈ അപ്പസ്തോലനിൽ ഉണ്ടാകുന്നുണ്ട്. അതേപോലെ ഈ അപ്പസ്തോലൻ മറ്റ് 12 അപ്പസ്തോലന്മാരെ കണ്ട് അവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് അല്ലേ, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് വെളിപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതി തരുന്നത്. അതേപോലെ അപ്പസ്തോലൻ പറയുന്നുണ്ട്, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടില്ലേ. അല്ല, ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ അപ്പസ്തോലന്മാർ യേശു ക്രിസ്തു ജഡശരീരം സ്വീകരിച്ച് അവരോട് കൂടെ നടന്നു. അങ്ങനെ കണ്ട കാര്യമാണ് അപ്പസ്തോലൻ പറയുന്നത്. ഈ പൗലോസ്ലീഹ കണ്ടത് എങ്ങനെയാണ്? ആകാശത്തിൽ നിന്നും ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അല്ലയാ, ഒരു സ്വരം കേട്ടു. അപ്പോൾ അപ്രകാരമാണ് യേശു ക്രിസ്തുവിനെ കാണുന്നത്. എങ്ങനെയാണ്? ശരീരത്തിലല്ല. അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചു. അവനിപ്പോൾ വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന ശക്തിയിൽ ദൈവപുത്രനായിരിക്കുന്നു. അല്ലയാ, ആ ദൈവത്തിൻ്റെ മഹത്വത്തോടു കൂടി ആയിരിക്കുന്നു. അല്ലയാ, യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, പിതാവേ, അങ്ങയോട് കൂടെ ഉണ്ടായിരുന്ന ആ മഹത്വം എനിക്ക് നൽകണമേ. ഇപ്പോൾ അവിടുന്ന് ആ മഹത്വത്തിലാണ് ഇപ്പോൾ ഈ പൗലോസ്ലീഹ ദർശിച്ചിരിക്കുന്നത്. ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അല്ലയാ, അതാണ് യേശു ക്രിസ്തുവിനെ ഒരു അകാല ജാതൻ എന്ന പോലെ അവസാനം എനിക്കും പ്രത്യക്ഷപ്പെട്ടു എന്ന് പൗലോസ്ലീഹ പറയുന്നത്. ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട യേശു ക്രിസ്തു ഇതാ ഇപ്പോൾ പൗലോസിൻ്റെ മുൻപിൽ ആത്മാവിൽ പ്രത്യക്ഷപ്പെടുന്നു. അല്ലയാ, അവൻ്റെ ആത്മാവിൽ ദൈവപുത്രനായി അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. അല്ലയാ, അപ്പോൾ ഇപ്പോൾ ആത്മാവാൻ ദൈവം, അല്ലയാ, ആ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് വിശ്വാസത്തിലൂടെ നമ്മിൽ വരുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ജഡത്തിൻ്റെ പ്രവൃത്തികളില്ല. അല്ലേ? അതുകൊണ്ടാണ് ജഡത്തിൽ നിന്ന് അകന്നിരിക്കാൻ ഉള്ള ഉപദേശങ്ങൾ നമുക്ക് പൗലോസ്ലീഹ പഠിപ്പിച്ചത്. അതാണ്, ജഡത്തിൻ്റെ ഒരു പ്രവൃത്തിയാലും നാം നീതീകരിക്കപ്പെടുകയില്ല. വിശ്വാസം വഴി ലഭിക്കുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരം. ആ യേശു ക്രിസ്തു ആ ജഡത്തിൽ വന്നപ്പോൾ നമുക്ക് വേണ്ടി ചെയ്ത ആ പ്രവൃത്തികളിലുള്ള വിശ്വാസം. അതുകൊണ്ടാണ് ഇപ്രകാരം പൗലോസ് പറയുന്നത്, എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ നിങ്ങൾ. അല്ലയാ, ഇവിടെ ഈ നിങ്ങളെന്ന് പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, മറ്റുള്ളവർക്ക് ഞാൻ അപ്പസ്തോലൻ അല്ലെങ്കിൽ തന്നെയും. അല്ലയാ, പലർക്കും പൗലോസിനെ അപ്പസ്തോലനായി അംഗീകരിക്കുന്നില്ല. പൗലോസിൻ്റെ ഈ രീതികളൊന്നും ആർക്ക് പിടിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായും അപ്പസ്തോലനാണ്. അല്ലയാ, ആ പൗലോസ്ലീഹ സുവിശേഷം നൽകി ആ വിശുദ്ധിയിലേക്ക് നയിച്ച അവരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ അപ്പസ്തോല വൃത്തിയുടെ മുദ്രയാണ്. അല്ലയാ, പൗലോസ്ലീഹ ഈ സുവിശേഷത്തിലൂടെ നയിച്ച് വിശുദ്ധരാക്കിയവരാണ് അവർ. ഇവിടെ പലരും അപ്പസ്തോലനെ അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ മുതിരും. അപ്പോൾ അപ്പസ്തോലൻ പറയാറുണ്ട്,
എനിക്കും മറ്റു അപ്പസ്തോലന്മാരെ പോലെ, കേപ്പയെ പോലെ, പത്രോസിനെ പോലെയൊക്കെ സഹോദരിയായ സ്ത്രീയെ സഹായത്തിന് കൊണ്ടു നടക്കാൻ അവകാശമില്ലേ? പക്ഷേ പൗലോസ്ലീഹ അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പസ്തോലൻ ചോദിക്കുന്നുണ്ട്, ജോലി ചെയ്യാതിരിക്കാൻ എനിക്കും ഭർണ്ണബാസിനും അവകാശമില്ലെന്നോ? അതിന് ഉദാഹരണമായിട്ട് പറയുന്നത്, സൈനിക സേവനത്തിന് പോകുന്നവർ സ്വന്തം ചെലവിലാണോ പോകുന്നത്? അതേപോലെ മുന്തിരിയുടെ സ്വന്തമായിട്ട് മുന്തിരിത്തോട്ടം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫലത്തിൽ നിന്ന് കുടിക്കാത്തവരുണ്ടോ? ആട്ടിൻ പറ്റത്തെ വളർത്തിയിട്ട് അതിൻ്റെ പാൽ കുടിക്കാത്തവരുണ്ടോ? ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലായ ഈ പൗലോസ്ലീഹ ചോദിക്കുകയാണ്. ഇത് മാനുഷികമായിട്ട് പറയുകയല്ല, നിയമം അനുശാസിക്കുന്നുണ്ട്. മനസ്സിലായ സുവിശേഷം പ്രസംഗിക്കുന്നവർ അതുകൊണ്ട് ഉപജീവനം കഴിക്കണമെന്ന്. അതുപോലെ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, ധാന്യം മെതിക്കുന്ന കാളയുടെ വായ് മൂടിക്കെട്ടരുത്. ഇത് ദൈവം എഴുതിയത് കാളയുടെ കായ ഉദ്ദേശിച്ചിട്ടാണോ? അല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്. ഒഴുകുന്നവൻ പ്രതിഫലേച്ഛയോടും മെതിക്കുന്നവൻ ഓഹരി ലഭിക്കുമെന്ന പ്രതീക്ഷയോടും കൂടെ ചെയ്യുന്നത് പോലെ അതുപോലെ ദൈവമാണ് നമ്മോട് പറയുന്നത്. അതായത് ഈ ജനത്തിൻ്റെ ഇടയിൽ ആത്മീയ നന്മകൾ ഈ വിതയ്ക്കുമ്പോൾ അവരിൽ നിന്ന് ഭൗതിക ഫലങ്ങൾ പറ്റുന്നത് അധികപ്പറ്റാണോ? ഇപ്രകാരമുള്ള അവകാശങ്ങൾ പറ്റാൻ യോഗ്യത ഉണ്ടെങ്കിലും ഈ അപ്പസ്തോലന്മാർ അവരിൽ നിന്ന് ഒന്നും പറ്റിയില്ല. മനസ്സിലായ? അതായത് അവർക്ക് ഒറ്റ കാര്യമുള്ളൂ, ഈ സുവിശേഷ പ്രസംഗത്തിന് ഒരു പ്രതിബന്ധവും ഉണ്ടാകരുത്. മനസ്സിലായ? എന്തിനാണ്? ഏതെങ്കിലും അനുഷ്ഠാന ആചാരങ്ങൾക്കല്ല, ഈ സുവിശേഷ പ്രഘോഷണത്തിന് ഒരു പ്രതിബന്ധമോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഒരു അവകാശങ്ങളോ ഒരു ന്യായമായ അവകാശങ്ങൾ പോലും അവർ സ്വീകരിച്ചില്ല. ഇവിടെ ഏതാണ് ദേവാലയ ശുശ്രൂഷകർക്കുള്ള ഭക്ഷണം അവിടെ നിന്നും അൽത്താര ശുശ്രൂഷകർ ബലിവസ്തുക്കളുടെ പങ്ക് പറ്റുന്നു എന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായ? നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ഇവിടെ അൽത്താരയുണ്ടെന്നോ ദേവാലയമുണ്ടെന്നോ അല്ല. ഇവിടെ പൗലോസ്ലീഹയൊക്കെ താമസിച്ചിരുന്നത് ഒരു വാടകയ്ക്ക് വീടെടുത്തിട്ടാണ് അവിടെ താമസിച്ചിരുന്നത്. അല്ലേ? ദാനമായി ആരിൽ നിന്നും അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചതുമില്ല. അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഒരു അൽത്താര ശുശ്രൂഷയോ ഒരു ബലിപീഠമോ ബലിവസ്തു ഒന്നുമില്ല. അല്ലേ? എവിടെ എഴുതപ്പെട്ട എന്താണ്? സുവിശേഷ പ്രഘോഷകർ സുവിശേഷ പ്രഘോഷണം കൊണ്ട് ഉപജീവനം കഴിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഇവിടെ ഏതെങ്കിലും അൽത്താരയോ ബലിപീഠമോ ദേവാലയമോ ഉണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും അപ്പം ഭക്ഷിക്കലെല്ലാം ഉണ്ടാകും. ഇവിടെ അങ്ങനെയുള്ള യാതൊരു അനുഷ്ഠാനവുമില്ല. ഇവിടെ സുവിശേഷ പ്രഘോഷണം മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ ആളുകൾ വരികയും അവർക്ക് സുവിശേഷം പ്രസംഗിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ദിനവും അപ്പം ഒരിക്കലും ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നതെല്ലാം ഈ അപ്പം ശുശ്രൂഷയല്ല. ഇവിടെ ഈ പൗലോസ്ലീഹ നടത്തുന്നത് ആ സുവിശേഷ പ്രസംഗമാണ്. അവർ ആരിൽ നിന്നും അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല. ഇവിടെ ദിനവും അപ്പം ഒരിക്കൽ ശുശ്രൂഷ ഉണ്ടെങ്കിൽ പിന്നെ അവരപ്പത്തിൻ്റെ ഒരു കുറവോടെ ഉണ്ടാവില്ല. അവിടെ സഹായത്തിന് എത്രയോ ആളുകളുണ്ടാവും. ഇവിടെ അങ്ങനെയുള്ള യാതൊരു കാര്യവുമില്ല. ഇവിടെ സുവിശേഷ പ്രഘോഷണം മാത്രമാണ്, ഈ സുവിശേഷ പ്രഘോഷണമാകുന്ന ഈ ശുശ്രൂഷ മാത്രമാണ് പൗലോസ്ലീഹ നടത്തിയിരുന്നത്. ഒരു അനുഷ്ഠാന ശുശ്രൂഷയും പൗലോസ്ലീഹ നടത്തിയിട്ടില്ല. ഒരു ഭക്ഷണത്തിൻ്റെയോ താമസത്തിൻ്റെയോ യാതൊരു അവകാശവും പൗലോസ്ലീഹ ഉറപ്പിച്ചിട്ടില്ല. പൗലോസ്ലീഹ പറയുന്നത് എന്താണ്? മറ്റൊരുവനിൽ നിന്ന് അഭിമാനക്ഷതമേക്കുന്നതിൽ ഭേദം മരിക്കുകയാണ്. പിന്നെന്താണ് ഈ അപ്പസ്തോലന് ഇതിലുള്ള സംതൃപ്തി? ഒരു പ്രതിഫലവും എന്നെ സുവിശേഷം പ്രസംഗിക്കുന്നതിലുള്ള ആ സംതൃപ്തി മാത്രം. ഈ ഭൂമിയിൽ വേറെ ഒരു ഓഹരിയോ സഹായമോ ഒരു സുഖങ്ങളോ അപ്പസ്തോലൻ സ്വീകരിക്കുന്നില്ല. ഇവിടെ അപ്പസ്തോലൻ ആകെ ലഭിക്കുന്നത് ആ മനസ്സിൻ്റെ സംതൃപ്തി മാത്രമാണ്. ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ സുവിശേഷം പ്രസംഗിക്കുന്നു. ജനങ്ങൾക്ക് ആത്മീയ നന്മകൾ വിതയ്ക്കുന്നു, അവരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്ക്, ഇങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ടോ? ഇതാണ് യഥാർത്ഥ അപ്പസ്തോലൻ, ഇതാണ് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷകർ. ഇവിടുത്താണ് പറയുന്നത്, നാം സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അതിൽ അഹംഭാവത്തിന് വകയില്ല. ഇവിടെ നോക്ക്, ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആളുകൾ നോക്ക്, അവർക്ക് മുഴുവൻ അഹംഭാവമായിരിക്കും. അതുകൊണ്ട് അവരാണ് ദൈവത്തെ നൽകുന്നത് എന്നുള്ള അഹംഭാവം. ഇവിടെ പൗലോസ്ലീഹ എന്താണ് പറയുന്നത്? നാം സുവിശേഷം പ്രസംഗിക്കുന്നത് അത് എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഈ അപ്പസ്തോലൻ ഈ സുവിശേഷ പ്രസംഗത്തിന് ദൈവം അയച്ചു. ആ
ആ വെളിപാടുകൾ നൽകി, മനസ്സിലായ ആ പൗലോസ്ലിഹയുടെ ശുശ്രൂഷ ഈ സുവിശേഷം പ്രസംഗിക്കുകയാണ്. അത് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ്, സ്വമനസ്സാലെയാണ്, മനസ്സിലായ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നിയോഗമനുസരിച്ചോ അങ്ങനെ ഒന്നുമാണെങ്കിൽ ഒരു പ്രതിഫലവും ഉണ്ടാകില്ല. അല്ലെ ഇവിടെ സ്വമനസ്സാലെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ഒരു ദാനവും സ്വീകരിക്കാതെ ഒരപ്പവും ദാനമായി സ്വീകരിക്കുന്നില്ല, ഒരാളുടെ സഹായമോ ഒന്നും സ്വീകരിക്കുന്നില്ല. മനസ്സിലായ അങ്ങനെ അപ്പോസ്തലൻ നമുക്ക് നല്ലൊരു മാതൃകയാകേണ്ടതിനാണ്. മനസ്സിലായ അല്ലാണ്ട് സമ്പത്തിൻ്റെ മുകളിൽ നടന്നിട്ടല്ല ഈ സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും എല്ലാവരെയും നേടേണ്ടതിന്, മനസ്സിലായ അവരുടെ ദാസനായി തീർന്നു. യഹൂദനെ നേടേണ്ടതിന്, മനസ്സിലായ അവരുടെ ദാസനെ പോലെയായി. നിയമത്തിന് കീഴല്ലെന്നിരിക്കലും, മനസ്സിലായ നിയമത്തിന് കീഴുള്ളവനെ പോലെയായി. മനസ്സിലായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ലെങ്കിലും ആ അപ്പോസ്തലൻ അതുപോലെ നിന്നു. മനസ്സിലായ കാരണം എന്താണ്, ഇവിടെ ഈ അനുഷ്ഠാനവാദികൾ അവരുടെ ഒരു തീഷ്ണത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഓരോ അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ചെയ്താൽ ചെയ്തു, പോയാൽ പോയി, അങ്ങനെയുള്ളൊരു ഇതുപോലെയല്ല യഹൂദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരുടെ അനുഷ്ഠാനത്തിൻ്റെ ആ തീവ്രത, അവരിപ്പോൾ നോക്ക്, അവരൊരു ഹമാസ് എന്ന് പറയുന്ന അവരെ നശിപ്പിക്കാൻ ഇറങ്ങിയിട്ട് ലോകം മുഴുവനെതിരെ നിന്നിട്ടും അവരൊറ്റ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതേപോലെ അവർ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭയങ്കര കർക്കശമുള്ളവരാണ്, നമ്മളെപ്പോലെ ഉള്ളവരല്ല. അങ്ങനെ ഇരിക്കെ ഈ അപ്പോസ്തലൻ ഈ നിയമങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നുമില്ലാതെ, അല്ലേ, മോശയിലൂടെ നൽകിയ അനുഷ്ഠാനങ്ങളില്ലാതെ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് രക്ഷിക്കുന്നതെന്നും പറഞ്ഞ് ഒരു അനുഷ്ഠാനവുമില്ലാതെ ഈ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ, ഇല്ലയ ഈ ഇസ്രായേൽക്കാർ എത്രമാത്രം യഹൂദന്മാർ ഈ അപ്പോസ്തലനെതിരാവുന്നറിയാമോ? അല്ലയ അവർ യേശു ക്രിസ്തു വിശ്വസിച്ചവർ പോലും, അല്ലയ ഈ അനുഷ്ഠാനങ്ങളിൽ നിന്നും പിന്തിരിയാൻ കൂട്ടാക്കിയില്ല. അപ്പോൾ അവർ ആ പൗലോസ്ലീഹയെ ഉപദ്രവിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ, അല്ലയ ഒരു നിയമത്തിന് കീഴിലല്ലെങ്കിൽ പോലും ഈ പൗലോസ്ലീഹ, അല്ലയ അവർക്ക് വേണ്ടിയിട്ട് നിയമത്തിന് കീഴുള്ളവനെ പോലെയായി. അല്ലയ ആ തലമുണ്ടനം ചെയ്യാനൊക്കെ ഒരുങ്ങിയത് അതുകൊണ്ടാണ്. അല്ലയ അവരെ നേടേണ്ടതിനാണ്, അല്ലാതെ അവരെ ഭയപ്പെട്ടിട്ടല്ല. പൗലോസ് നിയമത്തിന് കീഴിലല്ലെങ്കിലും, അല്ലയ നിയമത്തിന് കീഴുള്ളവരെ ആ യഹൂദരെ നേടേണ്ടതിനാണ്. അല്ലാതെ പൗലോസ്ലീഹ ഒരു നിയമവും അനുഷ്ഠിക്കാൻ ഉപദേശം നൽകുന്നില്ല. ഈ നിയമങ്ങൾ അനുഷ്ഠിക്കരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവർ എതിരായത്. അതേപോലെ നിയമത്തിന് പുറമേയുള്ളവരെ ആരാണ്? യഹൂദരല്ലാത്ത, ഇസ്രായേൽക്കാരല്ലാത്ത ലോകത്തിലുള്ള സകലരെയും, അല്ലേ, മറ്റ് ജനതകളെ എല്ലാവരെയും നേടേണ്ടതിന്, അല്ലയ അവൻ നിയമം ഇല്ലാത്തവനെ പോലെയായി. എന്താണ് നിയമം ഇല്ലാത്തവനെ പോലെയായി എന്ന് പറയാൻ കാരണം, ഈ പൗലോസ്ലീഹ എല്ലാ നിയമങ്ങളുമുള്ള യഹൂദനല്ലായിരുന്നോ? ഇല്ലയ ദൈവത്തിൻ്റെ നിയമത്തിന്, എല്ലാ നിയമത്തിനും കീഴുള്ളവനായിരുന്നില്ലേ? അല്ലയ അവൻ നിയമമില്ലാത്തവനെ പോലെയായി എന്ന് വെച്ച് അവൻ നിയമമില്ലാത്തവനായിരുന്നു? അല്ല, അവൻ ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ക്രിസ്തുവിൻ്റെ നിയമം എന്താണ്? ആ ക്രിസ്തു അവനെ വിളിച്ചു, സാവൂൾ സാവൂൾ, അല്ലേ, അവനോട് പറഞ്ഞു, നീ ഇസ്രായേലിൻ്റെയും മറ്റു ജനതകളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കും, നീ എനിക്ക് വേണ്ടി എത്രയധികം കഷ്ടപ്പെടുമെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അല്ലയാ അതുകൊണ്ടാണ് ഈ പൗലോസ്ലീഹയെ പോലെ ഇത്രയും അധികം കഷ്ടപ്പെട്ട മറ്റൊരു അപ്പോസ്തലനുമില്ല. പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികം അധ്വാനിച്ചു. അല്ലയാ എന്നിട്ട് പറഞ്ഞത് എന്താണ്? ഞാനല്ല, എന്നിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കൃപയാണ് പ്രവർത്തിച്ചത്. മനസ്സിലായ ആ കൃപയാണ് നമ്മെ രക്ഷിക്കുന്നത്. ആ കൃപയാലാണ് നാം വിളിക്കപ്പെടുന്നത്. ആ കൃപയാണ് ഈ പൗലോസിൽ പ്രവർത്തിക്കുന്നത്. അവൻ ബലഹീനർക്ക് ബലഹീനായി, എന്താ എല്ലാവരും രക്ഷിക്കേണ്ടതിന് എല്ലാവർക്കും എല്ലാമായി. അതാണ് പൗലോസ്ലീഹ. ഈ പൗലോസ്ലീഹയിൽ ഈ ദൈവത്തിൻ്റെ കൃപ പൂർണ്ണമായിട്ടും പ്രകടമാവുകയാണ്. ഇതെല്ലാം എന്തിനാണ്? സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിന്. സുവിശേഷത്തിന് വേണ്ടി ഞാനിതെല്ലാം ചെയ്യുന്നു, അല്ലാതെ ഒരനുഷ്ഠാനത്തിൽ ഭാഗഭാക്കാകാനോ ഒരനുഷ്ഠാനത്തിലൂടെ ദൈവത്തിന് നൽകാനല്ല. ആ സുവിശേഷം, ആ പൗലോസ്ലീഹയ്ക്ക് യേശു ക്രിസ്തു നൽകിയ വെളിപാട്, ആ സുവിശേഷം. ഇവിടെ നോക്കും, മത്സരക്കളത്തിൽ എല്ലാവരും ഓടുന്നുണ്ടെങ്കിൽ ഒരുവനാണ് സമ്മാനം ലഭിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് ഈ സമ്മാനത്തിനായി ഓടുവിൻ, അല്ലേ? പലരും പല വഴിക്കാണ് ഓടുന്നത്. ഈ സമ്മാനത്തിന് വേണ്ടി ഓടുവിൻ. അതാണ് പറഞ്ഞത്. ഈ സുവിശേഷമാണ് നമ്മെ രക്ഷിക്കുന്നത്. സുവിശേഷമാണ് രക്ഷയിലൂടെ നയിക്കുന്ന ദൈവശക്തി, ആ ജീവൻ നൽകുന്നത്. ആ സുവിശേഷത്തിലൂടെ നമ്മൾ ഓടണം.
കായികാഭ്യാസികൾ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് ആത്മനിയന്ത്രണം പാലിക്കുന്നത്. നിങ്ങൾ അനശ്വരമായ കിരീടത്തിന് വേണ്ടി നിങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കണം. പൗലോസ്ലീഹ വെറുതെ വായുവിൽ മുഷ്ടി ചുരുട്ടുകയല്ല. പൗലോസ്ലീഹ ഓടുന്നത് ലക്ഷ്യത്തോടെയാണ്, മനസ്സിലായ? ആ നിത്യജീവൻ്റെ കിരീടമാകുന്ന ലക്ഷ്യത്തിലേക്കാണ്, മനസ്സിലായ? അതിനുതകുന്ന വചനങ്ങളാണ്. ആ നിത്യജീവൻ പ്രാപിക്കേണ്ടത് എങ്ങനെയാണ്, ആ ജീവൻ നിനക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ വ്യക്തമായിട്ടാണ് പൗലോസ്ലീഹ ലക്ഷ്യത്തോടു കൂടിയാണ് ഓടുന്നത്. നമ്മളും ആ പൗലോസ്ലീഹയുടെ കൂടെ ഓടണം. യേശുക്രിസ്തു ജഡത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷ വിധിച്ചു. അതെന്തിനാണ്? നാം ജഡത്തിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കേണ്ടതിന്. അപ്രകാരം ലക്ഷ്യത്തോടെ ഓടണം, മനസ്സിലായ? ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് പോകരുത്. നമ്മളെ നിയന്ത്രിക്കേണ്ടത്, നമ്മൾ നയിക്കേണ്ടത് ആത്മാവ് ആയിരിക്കണം. നമ്മൾ പ്രചോദനം നൽകേണ്ടത്. ആ ആത്മാവിനെ പ്രചോദനം നമുക്ക് ലഭിക്കുന്നത് ഈ സുവിശേഷ പ്രസംഗത്തിൻ്റെ വിശ്വാസത്തിലൂടെയാണ്, അല്ലേ? അപ്രകാരം ലക്ഷ്യത്തോടെ ഓടണം. നാം മനസ്സിലാക്കണം, അവൻ നമുക്ക് വേണ്ടി മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും നാം അവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്, മനസ്സിലായ? നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. നാം നമുക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്. ഇപ്രകാരം ലക്ഷ്യത്തോടെ ഉത്തമമായ വചനങ്ങളുടെ ബോധ്യത്തോടു കൂടി ഓടണം. നിയമത്തിന് അസാധ്യമായത്, ശരീരത്തിന് ബലഹീനമായത്, അസാധ്യമായതാണ് ആ ദൈവം ചെയ്തത്, മനസ്സിലായ? അതുകൊണ്ട് ആ ജഡത്തിൽ നിന്ന് അകന്നിരിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് അകന്നിരിക്കണം, അല്ലേ? നമുക്ക് അസാധ്യമായത് ദൈവം ചെയ്തു. ദൈവം ചെയ്ത പ്രവൃത്തിയിലൂടെ അതിൽ വിശ്വസിച്ച് നാം രക്ഷയിലേക്ക് സഞ്ചരിക്കണം. ഈ ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കരുതെന്നാണ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തുന്നു, അല്ലേ? ഇവിടെ ഈ ശരീരത്തിൻ്റെ അനുഷ്ഠാനങ്ങളെ നമ്മൾ നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തണം. ഇത് എല്ലാവർക്കും ഈ ശരീരത്തിലാണ് എല്ലാം ചെയ്യാൻ കൂടുതലും ടെൻഡൻസി. പലർക്കും ഈ ശരീരത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ ചെയ്താലേ ആ മനസ്സിനൊരു തൃപ്തി വരികയുള്ളൂ, അല്ലേ? നിങ്ങൾ ഓടണം, ലക്ഷ്യത്തോടുകൂടി ഓടണം. പൗലോസ്ലീഹ ഓടിയതുപോലെ, അല്ലേ? എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. നിങ്ങൾ ഈ സുവിശേഷത്തിലൂടെ നിങ്ങളുടെ ഓട്ടം പൂർത്തിയാക്കണം. ഓരോ വചനങ്ങളും നാം ഗ്രഹിക്കണം. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ ആത്മാവ് നമുക്ക് ജീവൻ നൽകാൻ നമ്മെ നയിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവിനായി നാം സുവിശേഷ പ്രഘോഷണത്തിലൂടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, ക്രൂശിതനായവനെ കുറിച്ചുള്ള ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വിശ്വാസത്തിലൂടെ നാം മുന്നോട്ട് പോകണം. നമ്മളെ ആരെങ്കിലും നയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് വീക്ഷിക്കണം. അവർ നമ്മെ സ്വർഗരാജ്യത്തിലേക്കാണോ നയിക്കുന്നത്? അവരുടെ ജീവിത രീതികൾ നോക്കുക. ഈ പൗലോസ്ലീഹയുടെ, ഈ അപ്പോസ്തലന്മാരുടെ എന്തെങ്കിലും ഗുണങ്ങൾ അവരിലുണ്ടോ എന്ന് നമ്മൾ പഠിക്കണം. വെറുതെ അനുഷ്ഠാനങ്ങൾ ബൈബിളിൽ നിന്നും പെറുക്കിയെടുത്ത്, അല്ലയാ, അതിൻ്റെ പിറകെ പോകുന്നവർ ഈ സുവിശേഷം ഗ്രഹിക്കാൻ ശ്രമിക്കുക.